അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. നമുക്കിത് സ്നാക്കായിട്ടും സൈഡ് ഡിഷായിട്ടും ഒക്കെ കഴിക്കാം. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഏത് എണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പൊട്ടി വരുമ്പോഴേക്കും ഇതിലോട്ട് 1/2 ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം കളർ മാറി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു സവാള, മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ക്രഷ് ചെയ്തതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വടയുന്ന പരുവം ആകുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിമൊക്കെ കൂട്ടാട്ടോ. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരിച്ചിരി. അതുപോലെ കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരിച്ചിരി. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലോട്ട് വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്. നമുക്കിതൊരു തിക്കായിട്ടുള്ളൊരു പരുവാണ് വേണ്ടത്. ഇത് വെന്ത് വരുമ്പോഴേക്കും വെള്ളം കൂടുതലുണ്ടെങ്കിൽ പിന്നീട് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലോട്ട് നോക്കിയിട്ട് വെള്ളം ഒരിച്ചിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന് നോക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് തീരെ വെള്ളമില്ല, തക്കാളി വെന്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ഒരിച്ചിരി ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല പാകത്തിനുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഈ ഒരു സമയത്ത് പോരാ എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 3 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നുണ്ടത്. അപ്പോൾ 3 മുട്ട ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരിച്ചിരി കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ ഒരു നുള്ള് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടിയും അതുപോലെ ചാറ്റ് മസാല ഒക്കെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയിൽ അരിഞ്ഞതും കൂടെ കുറച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു മുട്ട ഒന്ന് വെന്ത് കിട്ടണം. നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കാനൊന്നുമില്ല. ജസ്റ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടാണ് വെക്കേണ്ടത് നമ്മളിതുപോലെ മൂടി വെക്കുമ്പോൾ. അപ്പോൾ മുട്ടയുടെ ഈ ഒരു മഞ്ഞക്കരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ഒന്നും ഇളക്കി കൊടുക്കാൻ അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. ഇതുപോലെ തന്നെയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ടും ഇത് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്നാക്കായിട്ട് ഈവനിങ്ങിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലൊക്കെ നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് സെർവ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണ് ഈ ഒരു മസാലയും അതുപോലെ ഈ ഒരു മുട്ടയും ഒക്കെ ആയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഈ ഒരു ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.